ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ യൂണിയൻ്റെ ഭാരവാഹികൾ, അതേപോലെ നമ്മുടെ ശാഖയിലെ ഓരോ അംഗങ്ങൾ എല്ലാവരിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ദിനം ആശംസിക്കുന്നു. കൂടാതെ ഇന്നിവിടെ ഇനി നടക്കാനിരിക്കുന്ന ആദരിക്കൽ ചടങ്ങുകളാണ്. അതിൽ ഒന്ന് ഔദ്യോഗികമായി ജോലിയിൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് പോകുന്ന നമ്മുടെ ശാഖയുടെ വനിതാ സംഘം പ്രസിഡന്റ് കൃഷ്ണ ചേച്ചി, അതേപോലെ BSF നിന്നും വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത ശാഖയുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന സതീശൻ ചേട്ടൻ, ശാഖ അംഗമായ സുരേഷ് ചേട്ടൻ എന്നിവർക്ക് നല്ലൊരു വിശ്രമ ജീവിതം നയിക്കുമാറാകട്ടെ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഗുരുദേവ ജയന്തി ആശംസിക്കുന്നു. ഇന്ന് വളരെയധികം അംഗങ്ങളുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാവരും എത്തിച്ചേർന്നത് പ്രത്യേകമായ ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവർക്കും ശരീരദിനാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 170ാമത് ഗുരുജയന്തി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ശാഖ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ കാണുന്ന, നമുക്ക് ഏറ്റവും നമ്മൾ കാണുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും എന്നും കയ്യെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശാരദാദേവിയുടെ അതേ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും പകർന്നു തന്ന ശ്രീമതി പ്രസന്ന രവീന്ദ്രനെ ഈ ഒരു അവസരത്തിൽ അങ്ങേയറ്റം ഞാൻ അനുമോദിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുജയന്തി ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുരുജയന്തി ആശംസിച്ചുകൊണ്ട് ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ ശ്രീ ഗുരുവേ. എല്ലാവർക്കും ഈ ശുഭ മുഹൂർത്തത്തിൽ ചരിത്രദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
യൂണിൽ നിന്ന് കിട്ടിയ ആ പാരിതോഷികം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗോപിക സുരേഷിനെയും അഭിഷ്ട രാജേഷിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം കൂടിയാണ് വേദിയിൽ കുട്ടികൾക്ക് വാങ്ങാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഈ ഒരു വേദി കൊടുക്കുന്നത്. കുട്ടികൾ ഇനി നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കാം. ഉണ്ടാക്കുക. അടുത്തതായി ഗോപിക സുരേഷ് ക്യാഷ് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി സെക്രട്ടറി രേഖ വളരെ നല്ല മാർക്ക് വാങ്ങിയ ഗോപിക സുരേഷ്. അടുത്തതായിട്ട് സതീശൻ പറഞ്ഞ പോലെ അവിടെയൊക്കെ ദൈവമായിരുന്ന ദൈവം കാണുന്ന പ്രസന്ന രവീന്ദ്രന് മഹിളാ സംഘ പ്രസിഡന്റ് 30 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോകുന്ന അതൊരു അവരെയും അദ്ദേഹത്തെയും നമ്മുടെ വൃത്തില് എല്ലാം നല്ല കുട്ടികൾ നന്നായി പഠിക്കുന്ന ഫീസ് പഠിക്കുന്നു. രാഹുല് MS വേണ്ടി UK കോഴ്സ് പഠിക്കുന്നു. എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസന്ന രവീന്ദ്രനെയും ചേട്ടനെയും ഈ ആദരവ് നടത്തുന്നതിന് വേണ്ടി സർക്കാർ വൈസ് പ്രസിഡന്റ് സുരേഷിനെയും UCM സുനിലിനെയും വേദിയിൽ ക്ഷണിക്കും. എല്ലാവരും സെക്രട്ടറി സ്വീകരിക്കുന്നതിന് വേണ്ടി രവീന്ദ്രൻ ചേട്ടനെ വേദിയിൽ ക്ഷണിക്കുകയാണ്. താങ്ക് യു വേദി. രവീന്ദ്രൻ ചേട്ടനെ വേദിയിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് യൂണിയൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ വിജി വേദിയിൽ ക്ഷണിക്കുന്നു. രവീന്ദ്രൻ എല്ലാവിധ ആശംസകളും കൂടുതൽ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രസന്ന രവീന്ദ്രന്റെ കുടുംബത്തിനും ആശംസിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ യുവജന ഒരിക്കൽ കൂടി വേദിയിൽ ക്ഷണിക്കുക. പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ കാണുന്നത് പ്രസന്ന ചേച്ചിയും നീതി ചേച്ചിയാണ്. ഇത് രണ്ടുപേരുമാണ് ഏത് സമയവും നമുക്ക് പ്രാർത്ഥനയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉണ്ടാകുന്നത്. പ്രസന്ന ചേച്ചിയും കുടുംബവും അധികം നാളത്തെ നമ്മുടെ കാര്യങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. പ്രസന്ന ചേച്ചിക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസകൾ നേടുന്നതിന് വേണ്ടി UCM സുനിലിന്റെ വേദിയിൽ ക്ഷണിക്കുന്നു. SNDP Delhi Union 5-9 NRP Java President Sri Krishnalal Award, Vice President Sri Surat Award, Secretary Sri Purushottam Award, Union Panchayat Member Sri Viju Award, Jnana Sangha President
ശ്രീമതി പ്രസന്ന രവീന്ദ്രൻ അവർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രസന്ന ബാബു അവർ, സെക്രട്ടറി ശ്രീമതി രേഖ രമേശൻ അവർ, ട്രഷറർ ശ്രീമതി സുരേഷ് അവർ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും 170ാമത് ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തി ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രസന്ന ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വന്നപ്പോൾ മുതൽ ചേച്ചിയെ ആണ് കാണുന്നത്. പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും എല്ലാം നല്ല ചിന്തയോടുകൂടി ചെയ്യുന്നു. പ്രസന്ന ചേച്ചി നമ്മുടെ ശാഖയുടെ ഒരു നെടുന്തൂണെന്ന് വേണം പറയാം. കാരണം ചേച്ചിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചി ആദ്യവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലെ ചേച്ചി ഒന്ന് പോയി കഴിയുമ്പോൾ അതിൻ്റെ വില ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ ചേച്ചിക്ക് സ്വാമിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി 170ാമത് ശ്രീനാരായണ തിരുജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീനാരായണ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ശാഖാംഗങ്ങൾക്കും എൻ്റെ ഗുരുദേവ ജയന്തി ആശംസകളും ഞാൻ നേരുന്നു. പ്രസന്ന ചേച്ചിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരു ഡിക്ഷണറി തപ്പി പോകേണ്ട വരും വർണ്ണിക്കാനായിട്ട്. അതുപോലെ നമ്മളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും ഒരു കൂട്ടായ്മ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചേച്ചിയുടെ ഒരു നേതൃത്വത്തിൽ നമ്മൾക്കത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ചേച്ചി എല്ലാ കാര്യത്തിനും ഒരു കൂട്ടായ്മയാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ എന്ത് കാര്യങ്ങളും ഉണ്ടായാൽ തന്നെ ചേച്ചി അത് വളരെ നല്ല രീതിയിൽ അതിനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ അതിനെ നല്ല രീതിയിൽ ചേച്ചി മുന്നോട്ട് നയിച്ചുകൊണ്ടുപോയി. ചേച്ചിയുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അതുപോലെ ചേച്ചി ഒരു ശരിയായ ഭക്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചിയെ എല്ലാവർക്കും ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഗുരുദേവൻ്റെ ഒരു ശരിയായ ഒരു ഭക്തയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജയന്തി മൈക്കടുപ്പിച്ചു. ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ചേച്ചി മുന്നിലിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ NRCയുടെ ശാഖയുടെ എന്താവശ്യമുണ്ടെങ്കിലും ചേച്ചിയുടെ മുന്നിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചേച്ചിയാണ്. ചേച്ചിക്ക് കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തായി ആശംസ പ്രസംഗത്തിന് വേണ്ടി വിധി ദിനേശിനെ വീട്ടിൽ ക്ഷണിക്കുന്നു. അത് വനിതാ സംഘം മുൻ സെക്രട്ടറിയാണ് ആയിരുന്നു. വിധി ദിനേശിനെ വീട്ടിൽ ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ കൃഷ്ണലാൽ ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ സൂരജ് അവർക്കൽ, ശാഖ സെക്രട്ടറി ശ്രീ വിശ്വകുമാർ പണിക്കർ അവർക്കൽ, മ്യൂസിയം ശ്രീ സുഹൽ അവർക്കൽ, പഞ്ചായത്ത് മെമ്പർ യൂണിയൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു അവർക്കൽ, വനിതാ സംഘം ഭാരവാഹികളായ വനിതാ സംഘം പ്രസിഡന്റ് മിസിസ് പ്രസന്ന രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് മിസിസ് പ്രസന്ന ബാബു, വനിതാ സംഘം സെക്രട്ടറി മിസിസ് രേഖ ദിനേഷ്, ട്രഷറർ മിസിസ് അമൃത് സുരേഷ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അറിവാണ് ഈശ്വരൻ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ നമ്മളെ കാണിച്ചു തന്നാണ്, നമ്മളെ പ്രാപ്തരാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിനാശംസകൾ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും ഞാൻ എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും ഗുരുദേവ ജയന്തിയുടെ ആശംസകളും പ്രാർത്ഥനകളും. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിലേക്കും ഗുരുദേവ സന്ദേശങ്ങളിലേക്കും എത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റുന്നു എന്ന് ചിന്തിക്കണം. ഒരു അനാലിസിസിന് വേണ്ടിയുള്ളതായിരിക്കണം ഓരോ ഗുരുദേവ ജയന്തിയും കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഞങ്ങളുടെ രാവിലെ നമ്മളിവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ പ്രാർത്ഥന പോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ചെയ്തു. വളരെ നന്നായി തന്നെ പ്രാർത്ഥന മുന്നോട്ട് പോയി. ഒരു 25 ശ്ലോകം ആത്മോപദേശ ശതകത്തിന്റെ ചെല്ലാമെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. 25 ഞാനോട്
രവീന്ദ്രൻ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രസന്ന ചേച്ചി അവശേഷിപ്പിച്ചു പോകുന്ന ഈ ശൂന്യത ഉടനെയൊന്നും നികത്താവുന്നതല്ല. ഞങ്ങളെല്ലാവരും ചേച്ചിയെ ഒരുപാട് കാലം ഈ ശാഖയുള്ളിടത്തോളം കാലം ചേച്ചിയെ ഓർക്കും. ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, ചേച്ചി നമ്മൾ നയിച്ച രീതികൾ എല്ലാം നമുക്ക് എന്നും പാഠങ്ങളാണ് ചേച്ചി. എനിക്ക് വ്യക്തിപരമായി ചേച്ചിയായിട്ടുള്ള അടുപ്പത്തേക്കാൾ ഉപരി ഗുരുദേവിനെ കൂടെയുള്ള അടുപ്പമാണ്. അതായത് ചേച്ചി വനിതാസംഘം പ്രസിഡന്റായി ഞാൻ സെക്രട്ടറിയായി ഇരുന്ന ഒരു കാലഘട്ടം പ്രവർത്തിക്കാൻ ഗുരുദേവൻ നൽകിയ ഒരു അവസരം ഒരു 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ ഉള്ളിലെ ഡിവോഷൻ, ഡെഡിക്കേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം അതിൻ്റെ ആ ലെവലിൽ തന്നെ ഞാൻ അനുഭവിച്ചിരുന്നു. ചേച്ചിയുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ചേച്ചി വളരെയധികം സപ്പോർട്ട് അതിനെല്ലാം നൽകി ഒരു കൂട്ടായ്മ എങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് കാണിച്ചു തന്നത് പ്രസന്ന ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് പ്രസന്ന ചേച്ചി ഒരു ഓർഗനൈസേഷണൽ ലീഡറിന്റെ ഒരു മോഡൽ കൂടിയാണ്. പിന്നെ കുറിച്ച് നമുക്കെല്ലാം അറിയാൻ ചേച്ചിയുടെ അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് നികത്താനാവാത്ത ഒരു ഇടം തന്നെയാണ് ചേച്ചി സൃഷ്ടിക്കുന്ന ശൂന്യത. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കുടുംബജ്ഞാനി സ്ത്രീ ഒരു ഔട്ട് ഓഫ് ബോക്സ് എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഫാമിലി സപ്പോർട്ട്, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ സപ്പോർട്ട്. അതുകൊണ്ട് ചേച്ചിക്ക് ഈ പിന്തുണയെല്ലാം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ ചേട്ടനെയും ഞാൻ നന്ദിയോടെ തീർച്ചയായും ചേച്ചിയുടെ എല്ലാ ഗുണങ്ങളും ചേട്ടന്റെയും എല്ലാ ഗുണങ്ങളും ഒത്തിരിയില്ല. രാഹുലിനെയും അതിന്റെ ഈ 4 പേരടങ്ങുന്ന ഈ ചെറിയ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും വളരെ ആരോഗ്യസമ്പൂർണമായ, സന്തോഷകരമായ, സമാധാനപരമായ ഒരു ജീവിതം ചേച്ചിക്കും രവീന്ദ്രൻ ചേട്ടനും കുട്ടികൾക്കും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് എന്നും ചേച്ചിയുടെ കുടുംബത്തിനും എന്നും നന്മകൾ മാത്രം, ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥനയും ചെയ്യും എന്നും ഞങ്ങൾ ചേച്ചിയെടുക്കുന്നു. അടുത്തതായി ആശംസ പ്രസിഡന്റ് പ്രസന്ന ബാബു, വനിതാ സംഘം വൈസ് പ്രസിഡന്റ്, നിവേദിയിലേക്ക് നമസ്കാരം. ഇന്ന് ഈ ഗുരുദേവ ജയന്തി ആഘോഷത്തിൽ പ്രസന്നയെ ആദരിക്കാനുള്ള അവസരം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. പിന്നെ പ്രീതി പറഞ്ഞ പോലെ എല്ലാം പ്രീതി പറഞ്ഞു കഴിഞ്ഞു. പ്രീതി പറഞ്ഞ പോലെ പ്രസന്നയുടെ ഒരു ഇത് ഇവിടെ നികത്താൻ പറ്റാത്ത ഒരു ഇതാണ്. അതുപോലെ പ്രസന്നയുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ പ്രസന്നയ്ക്കും ഫാമിലിക്കും എൻ്റെ എല്ലാവരുടെ ആശംസകളും. അടുത്തതായി അമ്പിളി സുരേഷിനെ, നമ്മുടെ വനിതാ സംഘം ട്രഷറർ അമ്പിളി സുരേഷിന് 2 പേർക്ക് ആശംസകൾ. പ്രസന്നയ്ക്കും ഫാമിലിക്കും ഗുരുദേവൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഇവിടെ ചേച്ചിയുടെ ഇവിടെ ഉണ്ടായിരുന്ന ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതും ഐ വിഷ് ചേച്ചിക്കുള്ള ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡെഡിക്കേഷൻ, സൊസൈറ്റിയിൽ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം കൂടി ചേച്ചി എവിടെ പോകുന്നു അവിടെയും പോയിട്ട് ഇതേപോലെ ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ ചേച്ചിക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം, ചേച്ചിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് എല്ലാവരും വിചാരിക്കുക റിട്ടയർമെന്റ് ലൈഫ് നമുക്കിത് വിശ്രമിക്കാറുണ്ട്. അങ്ങനെ ആവരുത് ചേച്ചി. യു ഷുഡ് ബി ആക്റ്റീവ് ഇൻ എവറി ഫീൽഡ്. ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവിടെ ആയിരിക്കണം. ഞങ്ങൾക്ക് കേൾക്കണം ചേച്ചി അവിടെ ചെന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നു. അതുപോലെ ചേട്ടനും മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസ വിഷു ഓർഗനൈസ്. ഇന്നിനെ ഇവിടെ വന്ന പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. ഇന്ന് ഇവിടെ താമസിച്ചിരുന്ന ലേഡിയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ജെയിംസിന്റെ NS ആണ്. അറിയാതെ അടുത്തായി ആശംസ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ സിജി വേദിയിൽ ക്ഷണിക്കുകയാണ്. സിജി. ഒത്തിരി പറയാറുണ്ട്.
2020 തോന്നുന്നു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയതാണ്. അവിടെ കൊണ്ടുപോയിട്ട് അപ്പം ബ്രീത്തിങ്ങിൻ്റെ ഇത് നോക്കാനായിട്ടാണ് ഒരു മെഷീനെ ഊതാൻ പറയാം. ഞാനത് വായി വെച്ചിട്ടിരിക്കുക. ഡോക്ടറിനോട് ഊതെന്ന് പറയാം എൻ്റെ റീഡിങ് നോക്കാനായിട്ട്. അത് എനിക്ക് ഊതാൻ പറ്റുന്നില്ല. അത് വായി വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി പറഞ്ഞു ഊതെന്ന് പറഞ്ഞു. എവിടെ ഊതാനായിട്ട് അതപ്പോൾ പുറത്തപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുക. ഊതാൻ പറ്റുന്നില്ല. അതുപോലെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് പറയുകയായിരുന്നു ഇനിയൊരു മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാനായിട്ട് പോയത്. എന്തായാലും ചേച്ചിക്ക് നല്ലൊരു പുസ്തകം ജീവിതം ആശംസിക്കുന്നു. അതുപോലെ ഫാമിലി ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു വിധേയൻ്റെ അനുഗ്രഹം. നമസ്കാരം. സിഞ്ചേരി കുടുംബത്തിനും നാമത്തിൽ എല്ലാവിധ അനുഗ്രഹമുണ്ടായിട്ടുള്ളത്. അതുപോലെ ഇവിടെ കുടിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗണനകാരെയാണെങ്കിലും ബാക്കി എഴുതി തിരുവാണ് ഗണനായിട്ട് എഴുതണ്ടോ. ഒന്നാമത് പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ പേര് പറഞ്ഞാൽ തിരുവാക്കി ഗണന സാഹചര്യമാണ്. അതുകൊണ്ട് അത് എഴുതിയിരിക്കരുത്. എഴുതി ചെയ്ത എഴുതിയ എല്ലാവർക്കും താല്പര്യം വേണ്ടി അത് എല്ലാവരുടെ ആശംസകളും എഴുതി കൊടുക്കുന്നതായിരുന്നു. നമസ്കാരം. ഞാൻ സതീശനല്ല, ഞാൻ സതീഷല്ല. എൻ്റെ സതീഷാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്നോട് കുറേ നാൾ വർക്ക് ചെയ്ത, പക്ഷെ ഇതുവരെ അറിയത്തില്ലെന്ന് തോന്നുന്നു. പറ്റി പറയാനായിട്ട് നമുക്ക് വലിയൊരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ SNDPയുടെ ഇത് അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു സഹായിക്കുന്ന അല്ല എനിക്ക് പേര് ഈ പറഞ്ഞു തന്നാൽ മതി. ഞാൻ നാളെ പഠിച്ചു എടുക്കാണ്. ഏത് പഠിക്കുക ഏത് ഓടിയിലെ പഠിക്കണോ വേണ്ടിയത്. എന്ത് സഹായത്തിനും നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അഥവാ ഇത് നമ്മൾ തിരിച്ചു വിളിക്കാൻ വന്നു പോയാൽ ഒരു പുള്ളിക്കാർ തന്നെ ഓർമ്മിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. അത് വേണ്ടായിരുന്നു, ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വയ്യാമെന്ന്. അങ്ങനെ പിന്നെ ഒരു സന്തോഷം കൂടെ ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ അയൽക്കാരെ ഞാൻ ചിങ്ങവഴിച്ചാണ് പുതുപ്പള്ളിയിൽ നിന്ന് അധികം ദൂരമില്ല പോകാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി കണ്ടോളാം. എന്നാലും ചേട്ടനും ചേച്ചിക്കും പിള്ളേർക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും ഭാവങ്ങളും. ആശംസ പ്രസംഗം നമ്മുടെ AWA സെക്രട്ടറി നമ്മുടെ ശാഖാംഗമായ ശ്യാമിനെ പ്ലീസ്. ഞാൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നേരുന്നു. എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിച്ചു. റിട്ടയർമെന്റ് ലൈഫിലേക്ക് പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട ചേച്ചിക്ക് ഗുരുദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നാന്ന് തോന്നുന്നു. അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്ന പ്രസന്ന ചേച്ചി ഏറ്റവും ഫ്രണ്ടിൽ. ഞാനിപ്പോൾ സാധാരണ ഞാൻ പോയി ഗേറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഈ മുഖമാണ്. അപ്പോൾ ചേച്ചി സത്യമായിട്ട് ചേച്ചിയിലുള്ള പ്രാർത്ഥനയൊന്നും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇവരിക്കും ഞാൻ പതുക്കെ വലിയാറാണ് പറഞ്ഞത്. കാരണം എനിക്ക് നാണക്കേട് പോലെ എല്ലാവരും കൊല്ലുന്നു, ഞാൻ ചുമ്മായിരിക്കും. അപ്പം കുറച്ചൊക്കെ ഇവിടെ നിന്ന് ആ അവസാനത്തെ പ്രാർത്ഥന എന്നും ചേച്ചി തന്നെ എനിക്ക് മുന്നോട്ട് വന്ന് പാടുന്നല്ല പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഒരു റിട്ടയർമെന്റ് ലൈഫ് നാട്ടിൽ നല്ല അഴിച്ചുപൊളിച്ച് ഇനിയുള്ള ജീവിതം പറന്ന് നടക്കട്ടെ. കേരളത്തിൽ ഇത്രയും നാളും ഡൽഹിയിൽ SNDP ശാഖ കൊണ്ടുപോയി ഈ നാട്ടിൽ പോയിട്ട് അവിടുത്തെ ശാഖയും കൂടി കയ്യിലെടുത്ത് നന്നായിട്ട് കൊണ്ടുപോകാം. പിന്നെ മിക്കവാറും ഞാനും ഇവിടെ പോവുകയാണ്. ഇത് ഈ കഥയദിനാഘോഷം എല്ലാവരെയും കൂടി കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം നന്ദി, നമസ്കാരം.
അടുത്തതായി BSF നിന്നും 30 വർഷം സർവീസ് ശേഷം റിട്ടയർമെന്റ് എടുത്ത നമ്മുടെ 2 പേരാണ് ഉള്ളത്. സതീഷ് വാസു BSF സതീഷ് വാസുവിനെ വേണ്ടിയിട്ട് നമ്മുടെ സതീഷ് വാസുവിനെ ക്ഷണിക്കുവാണ്. പൊന്നാട കഴിഞ്ഞ് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് സെക്രട്ടറി ചേർന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ആഘോഷവേളയിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഈ ജോയ്സിനെ സജീവനെയും നമ്മൾ ഈ വേളയിൽ വിസ്മരിക്കുകയാണ്. നമ്മുടെ സാഹചര്യം നേരിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രഥമ വനിതയായിട്ട് ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചേച്ചി. പ്രഥമ പുരുഷനായിട്ടും ചേച്ചിയെ പ്രഥമ വനിതയായിട്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ചേച്ചി താമസിക്കുന്നതും ഫസ്റ്റ് ബ്ലോക്കിലാണ്. 1ാം ബ്ലോക്കിലെ പ്രഥമ വ്യക്തിയായിട്ടുള്ള ആളാണ് പ്രസന്ന ചേച്ചി. പിന്നെ നമ്മുടെ എല്ലാ പരിപാടികളും SNDPയുടെ എല്ലാ പരിപാടികൾക്കും ഏറ്റവും ആദ്യം കാണുന്ന മുഖവും ചേച്ചിയുടേതാണ്. ചേച്ചിയുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഞങ്ങൾ പ്രയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഇനിയുള്ള ഒരു സന്ദേഹത്തിലിരിക്കുവാണ് എങ്ങനെ ലീഡ് ചെയ്യുമെന്നുള്ളത്. ഇവിടെ നമ്മൾ ഓർഡർ പറഞ്ഞാലേ ഞങ്ങൾക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ ഓർഡർ ആവത്തുള്ളൂ. പേജ് നമ്പർ പറയണം, ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ പറയണം. അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ എഴുതി തന്നിട്ടോ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇന്ന രീതിയിൽ മുന്നോട്ട് നയിക്കണമെന്നുള്ളൂ. അപ്പം ചേച്ചിയുടെ ആ ഒരു ഇടവ് നമുക്ക് ആർക്കും നിരത്താൻ പറ്റത്തില്ല. അതെന്നും നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. ഒരു എന്താണ് പറയുന്നത്, ഒരു ആദരണീയയായ ഒരു വ്യക്തിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചേട്ടനും ഋതുവിനും എല്ലാവർക്കും രാഹുലിനും എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെ ആശംസകൾ നേരുന്നു. ഒരു ദേവനാമത്തെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരായണ ഗുരുദേവന്റെ ആശംസകൾ നേർന്നുമായിട്ട് പേരിൽ ഞാൻ ആരെയും പറയുന്നില്ല. നമ്മുടെ ശാഖയല്ല, നമ്മുടെ കുടുംബമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഓരോ വ്യക്തികളെയും എൻ്റെ സഹോദരങ്ങളുമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഈ ഗുരുദേവ ജയന്തി ദിനത്തിൽ തന്നെ ഇങ്ങനൊരു സ്നേഹ ആദരവ് ലഭിച്ചതിന് ഞാനും കുടുംബവും അത്യധികം സന്തോഷിക്കുന്നു. അതുപോലെ ഈ വനിതാ സംഘ യൂണിറ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം. എൻ്റെ സ്ഥാനത്തേക്ക് സ്വമനസ ആരെങ്കിലും കടന്നു വന്ന് അറിയിക്കുക. സെക്രട്ടറിയെ പ്രവർത്തനത്തിൽ കൂടാതെ ഈ സ്നേഹ ആദരവുകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇവർക്ക് സദ്യ ചെയ്യുന്ന ആശംസകൾ നേരിടുന്ന ആരെങ്കിലും എൻ്റെ പേരിൽ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സ്വയമേ വന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാം. ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? പറയാൻ ആഗ്രഹിക്കുന്നു? സതീഷ് വാസിനെ വേദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്.
ദിവസം കഴിയുന്നത് തിരിച്ചു പോകുമ്പോൾ വലിയ വനിതാ സംഘത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ പോകണം. ഞാൻ വിളിച്ച ബസ്സിനൊക്കെ ഫോൺ ചെയ്ത് വാഹനമൊക്കെ പോകാമെന്ന് പറഞ്ഞ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ പ്രസിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യത്തിലും പ്രസിനെ ഒരുപാട് കേൾക്കുന്നു. ഇപ്പോഴും പ്രസിനെ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ പറയുന്നത് എൻ്റെ പ്രസിനേക്ക് പ്രസിനയുടെ കുടുംബത്തിന് എന്താണ് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 11-ാം തീയതി നമ്മുടെ കുട്ടിപ്പട്ടാളം ഒരു ഡാൻസ് കളിച്ചായിരുന്നു ചേച്ചിയുടെ ഫെയർവെൽ പ്രോഗ്രാമിന്. അപ്പോൾ ചേച്ചി അവർക്കൊരു സ്നേഹ സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അവർ ഓരോരുത്തരെയും വിളിക്കുവാണ്. അത് കൊടുക്കാനായിട്ട് ചേച്ചിനെ ക്ഷണിക്കുന്നു. ആര്യനന്ദ, നിവേദിത, ശിവാനി, ആശ്രയ, ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വനിതാ സംഘം ഭാരവാഹികളെ വേദിയിൽ ക്ഷണിക്കുവാണ്. സ്നേഹിക്കാൻ പോവാ ചേച്ചീനെ. അപ്പൊ ചേച്ചി മൊത്തം വനിതാ സംഘ ടീമിനെയും കിട്ടും. നമുക്ക് ഒരുമിച്ച് ഗിഫ്റ്റ് കൊടുക്കാം. പണികാനൽ നീരു നികരൻ
കൊണ്ടു